ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പാനിപ്പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പാനിപ്പൂരി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 100-150 പാനിപ്പൂരിയോളം ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും നമ്മുടെ ആരിഷിന്റെ അമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം 1 കപ്പ് റവയാണ് എടുത്തത് കേട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി അതിനെ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് പാകത്തിന് വെള്ളം ആവുമ്പോൾ നമ്മൾ നിർത്തുക. പിന്നെ നന്നായിട്ട് അതിനെ കുഴച്ച് എടുക്കണം. പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ആ മിക്സിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പരിവായി കഴിഞ്ഞാൽ അതിനെ ഒന്ന് നനഞ്ഞ ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കണം. ഇത് ഓപ്പൺ ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ വെറ്റ് ക്ലോത്ത് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഒരു 30 മിനിറ്റ്സ് നമ്മൾ ആ മിക്സിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് കടല, മല്ലിയില, പുതിനയില, 2 ഉരുളക്കിഴങ്ങ്. മസാല നമുക്ക് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ അളവ് എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എക്സ്ട്രാ എടുക്കാം. കുറച്ച് കടല കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസാല കൂടുതൽ കിട്ടും. ഇനി ഉരുളക്കിഴങ്ങും കടലയും നന്നായിട്ട് വേവിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായി ഉടച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച കടല മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കുറച്ച് അതിലേക്ക് വെതറിടണം. പിന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കുറച്ചധികം അതിലേക്ക് ഇടണം കേട്ടോ. ഈ മല്ലിയിലയുടെയും സവാളയുടെയും ഫ്ലേവർ മസാലയിൽ നന്നായി പിടിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പൂരിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആള് ഇതുപോലെ ഒരു സ്റ്റെപ്പ് ഇടാനായിട്ട് വരും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാനിയാണ്. അതിൽ ഒഴിക്കുന്ന ആ വെള്ളം. അതിനുവേണ്ടി നമുക്കൊരു 5 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയിലയും പുതിനയിലയും, 2 വലിയ സവാള ഫൈനായി ചോപ്പ് ചെയ്തത്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി. പുളി ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം കേട്ടോ. അപ്പൊ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കുതിർത്താനിട്ടിട്ടുള്ള ആ പുളിയുടെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. പുളി കുറവാണെങ്കിൽ നമുക്ക് ബാക്കിയും കൂടി വെക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും പാകത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം കേട്ടോ. അരപ്പത് ഈ ഒരു പാകത്തിലായിട്ട് നമുക്ക് കിട്ടണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 4-5 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യണത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ട് ആണ് ആഡ് ചെയ്യണത്. ഇത് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ ഈ പുളിയിലും മസാലയിലൊക്കെ ഉണ്ടാവുന്ന തരികളെയൊക്കെ ഒന്ന് മാറ്റി വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് മല്ലിയിലയും സവാളയും ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയിലേക്കുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വാട്ടറും കൂടിയും ഇതിന്റെ കൂടെ കിട്ടും. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ള ഒരു ശർക്കര എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനെ വെള്ളത്തിൽ നന്നായി മെൽറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു അരിപ്പ വെച്ചത് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പൂരി ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂരി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ആദ്യം ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് വലിയ ചപ്പാത്തി പോലെ പരത്തി, അതിനുശേഷം ഒരു അച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത്, നമ്മൾ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിന്റെ മൂടിയാണ് ഇത് കേട്ടോ, അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്കി പൂരി ഇങ്ങനെ വലുതാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ പൂരി വീർത്ത് വന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജൊന്നും കറക്റ്റ് ആയിരുന്നില്ല. ശരിക്കും ഇതിനൊരു അച്ച് കിട്ടും. പാനിപ്പൂരി ഉണ്ടാക്കുന്നതിനുള്ള ഒരു അച്ചുണ്ട്. നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെയാണ് ചെയ്തത്. എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം പൂരി ഉണ്ടാക്കാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിട്ടാ. അത് കഴിഞ്ഞപ്പോൾ നമുക്കിനി ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് കുഞ്ഞു ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതിനെ പരത്തി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു 100-150 പാനിപ്പൂരി ഞങ്ങൾക്ക് അതുപോലെ പരത്തി എടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ഉണ്ടാക്കിയപ്പോൾ സംഭവം വേഗം കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി മാത്രം നിൽക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് മീൻസ് ഞങ്ങൾ കഴിച്ചു വന്നപ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. 12:30-1 മണി ആവാറായിട്ടുണ്ട് കഴിക്കാൻ പറ്റിയപ്പോൾ. അതും അവർ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്.
അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറിയ ബോൾസായി ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുത്തപ്പോൾ പൂരി നന്നായിട്ട് വീർത്ത് വന്നു കേട്ടോ. സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. കാരണം നമ്മൾ എല്ലാതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇത് റെഡി ആവാണ്ടിരുന്നെങ്കിൽ നമ്മൾ ഇത്ര നേരം പണിയെടുത്തൊക്കെ വെറുതെ ആയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 12:30 1 മണി ആയപ്പോൾ ഏകദേശം എല്ലാം ഉണ്ടാക്കി. ഇനി ഇതൊന്നും കഴിച്ച് നോക്കാനായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു ഇരിക്കണ്ടായിരുന്നത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പൂരി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ നന്നായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് മസാല ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ആ സ്വീറ്റ് ആയിട്ടുള്ള വെള്ളം ഉണ്ടാക്കിയില്ലേ, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പുളിയുടെ വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും ഗൈസ്, ഞാൻ ഇത്രയും നല്ല പാനിപൂരി എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടും എനിക്ക് ഇതുപോലെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഹോംലി ഫീലില് നല്ല അടിപൊളി പാനിപൂരിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ആരിഷിൻ്റെ അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അവർ പറയുന്ന പോലെ എല്ലാം ഹെൽപ്പ് ചെയ്ത് നിന്നേ ഉള്ളൂ. ഞാനൊരു ഇരുന്നിരിപ്പിൽ ഒരു 20-25 പാനിപൂരിയിലും കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് എന്തായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബായ്.